അങ്കിള് ഒഫീഷ്യലായിട്ടൊരു ഫാദറാണ്. അപ്പം ഫാദറിൻ്റെ ആ ക്ലാസ്സൊക്കെ അത് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും യഥാർത്ഥ ഒരു ഒരു പുരോഹിതന് യഥാർത്ഥ ഒരു ദൈവ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട സബ്ജക്റ്റുകളാണോ അല്ലെങ്കിൽ നേരെയാണോ അവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ആധികാരികമായിട്ട് ഒരു പൗരോഹിത്യത്തിന് വേണ്ടുന്ന പഠനങ്ങൾ നടത്തിയിട്ടില്ലേ, അതിനകത്ത് എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ച വ്യക്തിയാണ്. എൻ്റെ സിലബസും അതിനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച വ്യക്തിയാണ്. ഇപ്പോൾ ഇത് വെളിയിൽ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ശ്രീറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യ കാലങ്ങളിലുള്ള തിയോളജിക്കൽ സിലബസ് ഉണ്ടാക്കിയത് എത്തിസ്റ്റുകളായിരുന്നു. ഇന്ന് അതായത് സെമിനാരിയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സെമിനാരികളിൽ ഒന്നാണ് ശ്രീറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പഠനം ഇതെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കിയത് ആരായിരുന്നു? അപ്പോൾ എത്തിസ്റ്റ് ഉണ്ടാക്കിയ സിലബസും അതിൻ്റെ പഠനക്രമങ്ങളും എത്രത്തോളം ദൈവിക ഭാവം ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് ഊഹിക്കാം. ഓക്കെ, സോ ഇതുപോലെ തന്നെ ഒരു സെമിനാരി പഠനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അവസാനം പോയി നിൽക്കുന്നത് ടു ബി ഫ്രാങ്ക് ദൈവമില്ല എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലാണ്. ഇനി സെമിനാരിയിൽ അടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഈ മതത്തെ ശരിയായ രീതിയിൽ ഒരു വ്യക്തിയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, എങ്ങനെ ചില രീതിയിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാം, കുറച്ച് മെൻ്റലിസവും കുറച്ച് കൺവിൻസിങ് കാര്യങ്ങളും അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള മതങ്ങളിനകത്തുള്ള പോരായ്മകൾ എന്താണ്, മറ്റുള്ള മതത്തെ എങ്ങനെ അടിച്ചമർത്താം. അപ്പോൾ ആ മതത്തെക്കുറിച്ചൊക്കെ ഒരു ഔട്ട്ലൈൻ തന്നിട്ട് ആ മതത്തിനകത്തുള്ള പോരായ്മകളെ ഹൈലൈറ്റ് ചെയ്ത് പഠിപ്പിക്കും. സോ എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങളൊന്നും പ്രിലിമിനറി ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ പ്രൊമോട്ട് ചെയ്യാനല്ല, അതിനെ ചവിട്ടി താക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും സെമിനാരി പഠനത്തിനകത്ത് വരുന്നത്. ഒരിക്കലും ദൈവജീവനുമായിട്ട് സെമിനാരി പഠനത്തിനകത്ത് ഒരു ബന്ധവുമില്ല, ഒരു അംശം പോലും ഇല്ല. ഓക്കെ, പിന്നെ പിന്നെ സെമിനാരി പഠനത്തിനകത്ത് ബൈബിളിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു തിയോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നും ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ നിന്നുമൊക്കെയാണ്. സ്പിരിച്വാലിറ്റിക്ക്, കറകളഞ്ഞ സ്പിരിച്വാലിറ്റിക്ക് 0% വെയിറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെമിനാരി പഠനം കഴിഞ്ഞിറങ്ങുന്ന ഒരു വൈദികന്, ഒരു പുരോഹിതന് ഒരിക്കലും ഒരു ജനത്തെ ആത്മീകമായി നർച്ചർ ചെയ്യാനായിട്ടുള്ള നോളജോ എക്സ്പീരിയൻസോ കിട്ടില്ല. സോ രണ്ട് മേഖലയിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഞാനൊരു സെമിനാരി പഠനത്തിലൂടെ പൗരോഹിത്യത്തിൽ വന്നു എന്നുള്ളത്, സെമിനാരിയിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ഒപ്പം തന്നെ ഒരു ദൈവിക അഭിഷേകം പ്രാപിച്ച ദൈവത്താൽ ഉപയോഗിക്കുന്ന ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ ആ കാര്യം ഇതിനകത്തറിയാം. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആകത്തില്ല. സോ സെമിനാരിയിൽ തിയോളജിക്കൽ പഠനമാണ്, ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീക ജീവിതമാണ്. അപ്പം യേശു പ്രസംഗിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ കള്ളപ്രവാചകന്മാർ ഉദിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പള്ളിയിൽ പ്രസംഗിക്കുന്ന ഈ അച്ഛന്മാരെന്ന് പറഞ്ഞു നിൽക്കുന്നവരല്ലേ ശരിക്കും കള്ളപ്രവാചകന്മാർ? യേശുവിൻ്റെ കൂടെ ഡിസൈപ്പിൾഷിപ്പിൽ നിന്ന ഒരു വ്യക്തി പോലും അന്നത്തെ പുരോഹിതന്മാരിൽ നിന്നുണ്ടായിരുന്നില്ല. യേശുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് അല്ലെങ്കിൽ യേശുവിൻ്റെ അഡ്വൈസിനകത്ത് നിന്ന് ഒരു വ്യക്തി പോലും മഹാപുരോഹിതന്മാരിൽ നിന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ മതവക്താക്കളായിരുന്ന ആരൊക്കെയാണ്? സദൂക്യന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, ഇങ്ങനെയുള്ള നിരയിൽ നിന്നുള്ള ഒരു വ്യക്തി പോലും യേശുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് വന്നിട്ടില്ല. എന്തുകൊണ്ട്? സോ അവരുടെ ഉദ്ദേശം എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. അപ്പോൾ ജീസസ് പഠിപ്പിച്ചതും ജീസസ് പ്രചരിപ്പിച്ചതും ജീസസ് നർച്ചർ ചെയ്തതുമെല്ലാം കറകളഞ്ഞ സ്പിരിച്വാലിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പുറത്ത് നിന്ന് അന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മതവക്താക്കളുമെല്ലാം അനുഷ്ഠിച്ച് വന്നത് എന്തായിരുന്നു? അത് ജസ്റ്റ് മാനുഷിക നിയമങ്ങളായിരുന്നു. അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ആചാരാനുഷ്ഠാനങ്ങളും പഠിപ്പിക്കലുമായിരുന്നു. അതുകൊണ്ട് ജീസസ് അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തില്ല. അതിനെ ജീസസ് എന്ത് ചെയ്തു? അവഗണിക്കുകയാണ് ചെയ്തത്. റൈറ്റ്. സോ സെയിം വേ ഇന്നത്തെ ക്രിസ്തീയ മതവും ക്രിസ്തീയ പഠിപ്പിക്കലും ഡോക്ട്രിൻസും എല്ലാം ജീസസ് തള്ളിക്കളഞ്ഞ തിരുവെഴുത്തുകളെയും കൽപ്പനകളെയും ദേവാലയ വ്യവസ്ഥയുമൊക്കെ അനുകരിച്ചു കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഇന്നത്തെ മതവ്യവസ്ഥയും ജീസസിന് ഓപ്പോസിറ്റാണ്. പക്ഷേ അവർ വെച്ചിരിക്കുന്നത് ആരുടെ പേരിലാണെന്ന് മാത്രം? ജീസസിൻ്റെ പേരിലാണെന്ന് മാത്രം. പക്ഷേ ജീസസിൻ്റെ ടീച്ചിങ്ങുമായിട്ട് ഇന്നുള്ള മതത്തിനോ മതത്തിൻ്റെ ഡോക്ട്രിൻസിനോ ഒരു ബന്ധവുമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ നീ പറഞ്ഞതിൻ്റെ ആൻസർ ഇതിനകത്ത് ഞാൻ പറയാതെ നിനക്ക് കിട്ടിയെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ശരിക്കും ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം നിലനിൽക്കുന്നത് യേശുവിൻ്റെ പേരിലാണോ ശരിക്കും, അതൊരു അച്ഛന്മാർക്ക് വേണ്ടിയാണോ?
അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം ഇന്ന് നിലനിൽക്കുന്നത് അച്ഛന്മാർക്ക് വേണ്ടിയാണോ അതോ ജീസസിന് വേണ്ടിയാണോ? അതാണോ ക്വസ്റ്റ്യൻ? ജീസസിന് വേണ്ടിയാണെന്നുള്ള ടാഗ് ലൈൻ ഇട്ടാലേ മതം നിലനിൽക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് മതം നിലനിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ CSI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. സോ CSIയുടെ ഡോക്ട്രിൻസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ജീസസിന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് CSI എന്ന് പറയുന്ന പ്രസ്ഥാനം വേറെ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. ഏതെങ്കിലും CSI പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അച്ഛനാകട്ടെ, മതവ്യക്താകട്ടെ, വിശ്വാസിയാകട്ടെ, ഓർത്തഡോക്സിനെ അംഗീകരിക്കുമോ? ഇല്ല. പെന്തക്കോസ്തിനെ അംഗീകരിക്കുമോ? ഇല്ല. RC അംഗീകരിക്കുമോ? ഇല്ല. വൈ? അവരവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടല്ല? ദൈവത്തിന് വേണ്ടിയിട്ടല്ല. ഇനി ഇതുപോലെ തിരിച്ചും പെന്തിക്കോസ് ആകട്ടെ, RC ആകട്ടെ, റോമൻ കാത്തലിക് ആകട്ടെ, പെന്തിക്കോസ് ആകട്ടെ, അല്ലെങ്കിൽ മാർത്തോമയാകട്ടെ, ഏത് ഡിനോമിനേഷൻ എടുത്താലും ഏത് പ്രസ്ഥാനം എടുത്താലും അവർ പറയുന്നത് അവരുടെ പ്രസ്ഥാനമാണ് ശരി. അവരെല്ലാം നിലകൊള്ളുന്നത് അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും മറ്റൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവർ അംഗീകരിക്കത്തില്ല. അവരുടെ ഡോക്ട്രിൻസിനെ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ അംഗീകരിക്കത്തില്ല. സോ ഈ എല്ലാ പ്രസ്ഥാനവും നിലനിൽക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഏതുപോലെ? രാഷ്ട്രീയ പാർട്ടികളെ പോലെ. രാഷ്ട്രീയ പാർട്ടിയുടെ മേൽത്തട്ടിലിരിക്കുന്നവർ നമുക്ക് തോന്നും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ CPMൻ്റെ മേലെ ഇരിക്കുന്ന ആളും കോൺഗ്രസിൻ്റെ മേലെ ഇരിക്കുന്ന ആളും നേർ കണ്ട കീരിയും പാമ്പും പോലെയാണെന്നാണ് ജനങ്ങളെ അവർ ധരിപ്പിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ പ്രസ്ഥാനത്തിനകത്തുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള അണികൾ തമ്മിൽ എന്താണ്? പോരാണ്. പക്ഷേ മേൽത്തട്ടിലിരിക്കുന്നവരെപ്പോഴും ഭയങ്കര ചങ്ക് ഫ്രണ്ട്സാണ്. ഇതാർക്കറിയില്ല? അണികൾക്കറിയില്ല. ഇതുപോലെ തന്നെയാണ് ഇന്നുള്ള ഏത് ക്രിസ്തീയ മതപ്രസ്ഥാനത്തിൻ്റെയും മുകൾത്തട്ടിലിരിക്കുന്നവർ തമ്മിൽ മച്ചയാണ്. ഇത് വിശ്വാസി സമൂഹത്തിന് അറിയത്തില്ല. വിശ്വാസികൾ പറയും RC തെറ്റാണ്, CSI എന്ത് പറയും? RC തെറ്റാണ്, മാർത്തോമ തെറ്റാണ്, പെന്തക്കോസ് തെറ്റാണെന്ന് പറയും. പെന്തക്കോസുകാരെന്താ പറയും? ബാക്കിയെല്ലാം തെറ്റാണെന്ന് പറയും. പക്ഷേ എൻ്റെ മുകൾ തട്ടിലിരിക്കുന്നവരെല്ലാം അവർക്കറിയാം ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ തോളോട് തോർന്ന് ചേർന്നേ നിൽക്കത്തുള്ളൂ. സോ അക്ഷരാർത്ഥത്തിൽ അന്നും ഇന്നും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മതപ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിലേക്ക് പരിവർത്തനം സംഭവിക്കണം? നമുക്ക് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ, മുഹമ്മദ് നബി പറഞ്ഞ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ, അല്ലെങ്കിൽ ശ്രീ ബുദ്ധൻ പറഞ്ഞ ആ ഒരു ആത്മീക നിലവാരത്തിലേക്കുള്ളൊരു പരിവേഷം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. ഓക്കെ, പക്ഷേ ഈ വെളിച്ചത്തെ മതം എന്ത് ചെയ്യത്തില്ല? തുറന്ന് കാട്ടിത്തരത്തില്ല. തുറന്ന് കാട്ടിയാൽ ആ പ്രസ്ഥാനം എന്ത് ചെയ്യും? നിലംപരിശാവും. ക്ലിയറായോ?